കർത്താവേ ആമേൻ ആമേൻ യേശുനാഥ കരങ്ങൾ അടിച്ചുകൊണ്ട് പാടാം. ആമേൻ കൈകൾ അടിച്ചുകൊണ്ട് ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയുടെ മഹാവാഗ്ദാനങ്ങൾ ഒന്നാണ് ഐ വിൽ കം വിത്ത് യു. ഞാൻ നിന്നോടുകൂടെ വരും. നമുക്കറിയാമല്ലോ നമ്മുടെ എന്താണ് മരിയൻ ഉടമ്പടിയുടെ മരിയൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ ആരോടാണ് ഉടമ്പടി ചെയ്യണത്? നമ്മൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്യണത്. ആര് വഴി? അമ്മ മാതാവ് മധ്യസ്ഥയല്ലേ ഉടമ്പടിയുടെ. ഉടമ്പടി അമ്മയോടല്ലേ ചെയ്യണത്. ചില അച്ഛന്മാർ വരെ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഉടമ്പടി അമ്മയോടല്ലേ ചെയ്യണത്. KCBCയുടെ തിയോളജിക്കൽ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉടമ്പടി പുസ്തകം പരിശോധിച്ച് പഠിച്ചതിന് ശേഷം എനിക്കൊരു നോട്ട് എഴുതി തന്നിട്ടുണ്ട്. അതിലെന്താ എഴുതിയിരിക്കണമെന്ന് അറിയാവോ? ഉടമ്പടി ദൈവത്തോടുള്ളൊരു പ്രാർത്ഥനയാണ്. ഉടമ്പടി ദൈവ കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്. ഉടമ്പടി ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്. ഉടമ്പടി പരിശുദ്ധാത്മാ കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്. കൈയടിച്ച് കർത്താൻ കർത്താവേ ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. അത് ചെയ്തിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ സമർപ്പിച്ച നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ക്രിസ്തു കേന്ദ്രീകൃതവും കർത്താവേ തിരുവചന കേന്ദ്രീകൃതവും സഭയുടെ പ്രബോധനാത്മകമായ ഉടമ്പടിയിലുമായി ദൈവത്തിന്റെ കൃപ ചൊരിയട്ടെ. ഹല്ലേലൂയ. ആമേൻ ദൈവപുത്ര അടിച്ചുകൊണ്ട് ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിന്റെ ദേശത്ത് ഞാൻ തേനും പാലും ഒഴുക്കുമെന്ന് ജെറമിയ 11:5 വീണ്ടും വാഗ്ദാനത്തെ ദൈവം പുനഃസ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ പുനരനുസ്മരിപ്പിക്കുമ്പോൾ അതിനേക്കാൾ ഒരു മഹാവാഗ്ദാനമാണ് ഐ വിൽ കം വിത്ത് യു. ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരും. മാസസിനോട് ഉടമ്പടി ചെയ്തപ്പോൾ ദൈവം പറഞ്ഞതാണ്, ഞാൻ തന്നെ മൈ പേഴ്സൺ ഐ വിൽ അക്കമ്പനി വിത്ത് യു. ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരും. അപ്പം അമ്മയാണ് ഉടമ്പടിയുടെ മധ്യസ്ഥയായതുകൊണ്ട് മരിയൻ ഉടമ്പടിയിൽ എന്താ വരണത്? അമ്മ തന്നെയാണ് ബൈ പേഴ്സൺ വരണത്. അതുകൊണ്ടാണ് ആ ചേച്ചി പറഞ്ഞത്, മാതാവ് നിന്നെ സന്ദർശിക്കും. ലീല സപ്രൻ അങ്ങനെ ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു ഇന്ന്. ലീല സപ്രൻ അല്ലേ? പേര് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, അങ്ങനെയാണ് തോന്നണം. അവിടെ സാക്ഷ്യം തന്നെ. അവിടെ സാക്ഷ്യങ്ങൾ ഏറ്റവും വലിയ സാക്ഷ്യം അവിടെ കയ്യിൽ നിന്ന് പത്രക്കെട്ടുകൾ കാണാണ്ട് പോയി അല്ലേ? അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി. അമ്മ മാതാവിൻ്റെ പത്രമല്ലേ കാണാതെ പോയി എന്ന്. അപ്പോൾ അവർ സ്കൂട്ടറിന് അവർ പോയ വഴികളെല്ലാം അന്വേഷിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോഴുണ്ട് ഒരു തേക്കിൻ്റെ ചുവട്ടിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട്, കൃപാസനത്തിൻ്റെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നു. അവർ നോക്കുമ്പോൾ ആ ഒരു ഗ്ലാൻസിൽ അമ്മയെ കണ്ടതിന് ശേഷം നോക്കുമ്പോൾ അമ്മയുടെ കാൽച്ചുവട്ടിൽ അവർ നഷ്ടപ്പെട്ടെന്ന് കരുതിയ 2 പത്രക്കെട്ടുകളും അമ്മയുടെ കാൽച്ചുവട്ടിൽ കണ്ടു കിട്ടി.
പ്രൈസ് ദി ലോർഡ്. ആ സാക്ഷ്യമായിട്ട് നമ്മൾ കേട്ടതല്ലേ ഇല്ലേ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പോലും നാളെ ഇത് എന്തായി തീരുമെന്ന് പോലും അറിയത്തില്ല. അത്രയും റേഞ്ചിലാണ് അമ്മ ഈ വിഷയം ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. പത്രം ആരുടേതാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പം അമ്മയുടേതാണ്. പത്രത്തെക്കുറിച്ചാണല്ലോ നമ്മളെ ആക്ഷേപങ്ങളെല്ലാം ടി വി കേട്ടോണ്ടിരിക്കണേ, അല്ലേ അല്ലേ? ഇപ്പോഴേ അതിൻ്റെ സ്ഥിരീകരണങ്ങളൊക്കെ വന്നില്ലേ? ആ സ്ഥിരീകരണങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പത്രം ആരുടേതാണെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ടാണല്ലോ പത്രത്തെക്കുറിച്ച് കുറേയധികം വിഷയങ്ങൾ, ഇനിയും വലിയ വിവാദങ്ങൾ വരും. നമ്മളിന്ന് വരെ ഒരു മനുഷ്യനോട് പത്രം തിന്നണമെന്നോ പത്രം കരിച്ച് തേക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് ദൈവം ചില ഇപ്പം തന്നെ ആ അമ്മച്ചി എന്നാ പറഞ്ഞത്? നിന്നെ അമ്മ സന്ദർശിക്കും. അതവർക്ക് എവിടെ നിന്ന് കിട്ടി? അതുപോലെ ദൈവവും നമ്മളും തമ്മിൽ ഉടമ്പടി പ്രകാരം, നിബന്ധന പ്രകാരം ഒന്നാകത്തില്ലേ? നിബന്ധന പ്രകാരം നമ്മളെന്താണ്? ദൈവമായിട്ട് ഒന്നാകും. കാരണം ദൈവത്തിൻ്റെ വാക്ക് അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഉടമ്പടി ആയില്ലേ? ജെറമിയ എന്താ പറയണത്? കർത്താവേ അങ്ങനെ ആയിരിക്കട്ടെ. ജെറമിയയോട് ദൈവം വാഗ്ദാനം ചെയ്യുമ്പോൾ നീ എൻ്റെ നിബന്ധന പാലിക്കണമെന്ന് പറയുമ്പോൾ ജെറമിയ തിരിച്ചെന്നാ പറയണത്? കർത്താവേ അങ്ങനെ ആയിരിക്കട്ടെ. ജെറമിയ 11:5 എന്ന് വെച്ചാൽ ഉടമ്പടി നിബന്ധനകൾ ഞാൻ പാലിക്കും. ഉടമ്പടി പാലിച്ച് നിബന്ധനകൾ പാലിക്കുമ്പോഴെന്താണ് ലീല സുപ്രൻ ചെയ്തത്? അവർ ഒരു 96 വയസ്സുള്ളൊരു അപ്പൂപ്പനെ കുടുംബത്തിൽ പരിചരിക്കുന്നുണ്ടായിരുന്നു, അല്ലേ? 96 വയസ്സുള്ള ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അതല്ലേ കർത്താവിൻ്റെ വാക്ക്? കാരുണ്യപ്രവൃത്തിയല്ല ചെയ്തുകൊണ്ടിരുന്നത്. കാരുണ്യപ്രവൃത്തി ചെയ്തിട്ട് അവസാനം ചെയ്യാൻ പറ്റാണ്ടായി. കാരുണ്യപ്രവൃത്തി ചെയ്യുന്ന കാര്യം, ഇവർക്ക് പനി വന്ന് ഇവർ ഹോസ്പിറ്റലൈസ് ആയിപ്പോയി. അപ്പം അവനെ പുറത്തേക്ക് വിടാൻ പറ്റത്തില്ല. അകത്താണെങ്കിൽ അപ്പാപ്പൻ്റെ ബന്ധുക്കൾ വിളിച്ച് പറഞ്ഞിട്ട് പോലും അവർക്ക് അപ്പാപ്പനെ കാണാനുള്ളൊരു സാഹചര്യമല്ല. ഉപേക്ഷിക്കപ്പെടുക. എല്ലാവരും ഈ ലോകത്തുണ്ടെങ്കിലും അപ്പാപ്പന് ആവശ്യമായ എല്ലാ ആൾക്കാരും ഉണ്ട്. പക്ഷെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കണ ഒരു മനുഷ്യൻ. അപ്പാപ്പൻ്റെ ആൾക്കാരെല്ലാം ഈ വിശ്വാസത്തിൽ ജനിച്ചതാണ്. ഏത്? ബൈബിളിൻ്റെ വിശ്വാസത്തിൽ. ആരാണ് ക്രിസ്ത്യാനി എന്ന് ചോദിച്ചാൽ ഇപ്പം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താ കാര്യം? ലീലാസുപ്രൻ ആരാണ്? പാരമ്പര്യമായിട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ച ക്രിസ്ത്യാനിയല്ല. പക്ഷേ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവരാരാ? ക്രിസ്ത്യാനിയാണ്. എന്താ കാര്യം? കർത്താവിൻ്റെ വാക്ക് പാലിച്ചു. പാപ്പൻ്റെ മക്കൾ പാരമ്പര്യമായിട്ട് സ്നാനമേറ്റ ക്രിസ്ത്യാനിയാണ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ജെയിംസ്. ആദ്യമായി അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ അനിയന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയാനോട് വന്നിരിക്കുന്നത്. എൻ്റെ അനിയൻ 1.5 മാസം മുമ്പ് ഒരു അൾസർ കൊളൈറ്റീസ് എന്ന അസുഖമായി ഞങ്ങൾ ഡോക്ടറെ ആദ്യമേ കാണാൻ ചെല്ലുന്നു. അന്ന് അവന് മലത്തിൽ കൂടെ രക്തം പോവുകയും അത് കൂടുതലാവുകയും ചെയ്തു. അന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ അവൻ്റെ വയറിനുള്ളിൽ കൂടുതലായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അത് ലങ്സിലും ഹാർട്ടിലും ബാധിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ക്രിട്ടിക്കൽ കെയർ ICUയിലോട്ട് മാറ്റുകയും വെന്റിലേറ്റർ സഹായത്തോടെ അവൻ 3-4 ദിവസം വെന്റിലേറ്ററിൽ കിടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ മുമ്പോട്ടുള്ള ദിവസം ഞങ്ങളെ വളരെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്തു. കാരണം ഇവൻ ഇങ്ങനെ ക്രിട്ടിക്കൽ അതിലോട്ട് വന്നപ്പോഴത്തേക്കും ആളെ നമുക്ക് കിട്ടുന്ന ഒരു അവസരത്തിലല്ലാതെ ആയിപ്പോയി. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന എന്ത് ചെയ്യണമോ എന്താ ചെയ്യണമെന്നൊന്നും അറിയാത്ത ഒരവസ്ഥ വന്നപ്പോൾ എൻ്റെ അമ്മയോട് പറയുകയും ഉടമ്പടി എടുക്കുകയും ഇവിടെ വന്ന് മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ഉടമ്പടി എടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്ന് തൈലവും എണ്ണയും ഉപ്പും എല്ലാം ആയിട്ട് അമ്മ ICUയിൽ വരികയും ICUയിൽ വന്ന് അവനെ ശരീരത്ത് എണ്ണ പൂശുകയും അതുകൂടാതെ തൈലം എൻ്റെ തലയിൽ തൊടുകയും ഉപ്പുകൾ തേക്കുകയും ചെയ്തു. ആ സമയത്ത് ഇവൻ്റെ അസുഖം കണ്ടുപിടിച്ചു. HLS എന്ന അസുഖം ആണെന്നുള്ളത് കണ്ടുപിടിച്ചു. പക്ഷേ ഇത് എന്തുകൊണ്ടുണ്ടായെന്നുള്ളത് ഡോക്ടേഴ്സിന് മനസ്സിലായിട്ടില്ല. പല ടെസ്റ്റുകൾ നടത്തിയിട്ടും അവനിത് എന്തുകൊണ്ടാണ് ഉണ്ടായെന്നുള്ളത് വരുന്നില്ല. എല്ലാം നെഗറ്റീവിലോട്ട് മാറുന്നു. അപ്പം ഞങ്ങൾ ഒരു ഏകദേശം ഒരു 45 ദിവസത്തോളം ഇവനെ ഞങ്ങൾ ആശുപത്രിയിൽ ബെഡിലായിരുന്നു. അവനെ എഴുന്നേറ്റ് നടക്കാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥയിലോട്ട് വന്നു. ഈ മാതാവിൻ്റെ തൈലം കൊണ്ട് അവൻ്റെ ശരീരത്ത് അമ്മ പൂശുകയും പിറ്റേ ദിവസം അവന്
അവിടുന്ന് ഒരു ഉണർവുണ്ടാവുകയും അവൻ രണ്ടാമത്തെ ദിവസം ഈ ICUയിൽ 19 ദിവസം ICU കിടന്ന് അവൻ രണ്ടാമത്തെ ദിവസം റൂമിലോട്ട് മാറ്റി അവൻ 2 ദിവസം കഴിഞ്ഞ് പിന്നെയും അവൻ ഇതുപോലെ തന്നെ അസുഖം ഉണ്ടാവുകയും അവൻ ചെസ്റ്റ് പെയിനും ഒക്കെ ആയിട്ട് പിന്നെയും അവനെ വീണ്ടും ICUയിലോട്ട് കയറ്റി. അങ്ങനെ 10 ദിവസം പിന്നെയും ICUയിലോട്ട് മാറ്റി. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങളത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലാത്തൊരവസ്ഥ. ഞങ്ങൾ എല്ലാ ദിവസവും പ്രതിഷ്ഠാന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചെല്ലുന്നുണ്ട്. പക്ഷേ ഈ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെയായിട്ടും ഡോക്ടേഴ്സിനോ സാധിച്ചില്ല. കാരണം വന്ന അസുഖത്തിനുള്ള മരുന്ന് അവർ കൊടുത്തു, ഇവനെ ഭേദമാക്കി നിൽക്കുന്നതല്ലാതെ ഈ അസുഖം എന്തുകൊണ്ട് വന്നെന്നുള്ളത് ഡോക്ടേഴ്സിന് ഇതുവരെ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പം രണ്ടാമത്തെ പ്രാവശ്യം ഇവനെ റൂമിലോട്ട് മാറ്റിയ സമയത്ത് അവിടെയാണ് വലിയൊരു അത്ഭുതം ഞങ്ങൾക്ക് നടന്നത്. കാരണം ഞാനും അമ്മയും എൻ്റെ അനിയത്തിമാരെല്ലാവരും കൂടെ കൂടിയിരുന്ന് റൂമടച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അസുഖം അന്നേരം ഈ സിറ്റുവേഷൻ എൻ്റെ ചെസ്റ്റ് പെയിനും ഇതെല്ലാം പിന്നെയും വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ശരിക്കും ഞങ്ങളുടെ അവസ്ഥ വല്ലാത്ത ഒരു അവസ്ഥയിലോട്ട് പോയി. കാരണം വെച്ചാൽ ഇവന് പിന്നെയും ഇത് ഉണ്ടായി, പിന്നെ ICUയിലോട്ടാണല്ലോ ദൈവമേ പോകുന്നത്. ഞങ്ങൾക്ക് പിന്നെയും ഇവൻ്റെ ബുദ്ധിമുട്ട് പിന്നെയും കാണേണ്ട വരുമല്ലോ. ഇവൻ തീർത്തും ശോഷിച്ച് ഇവൻ്റെ കൈയും കാലും എല്ലാം ശോഷിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. രണ്ടുപേരും അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ട ഒരവസ്ഥയായിരുന്നു. അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് മാതാവിനോട് ഈ പ്രതീക്ഷേനെ പ്രാർത്ഥന ചെല്ലുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും അമ്മ ഇവൻ്റെ ചുറ്റും തൈലം കൊണ്ട് പൂശി വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരുന്നിട്ട് ഞങ്ങൾ അന്നേരം അവനോട് പറഞ്ഞു, നിനക്ക് എഴുന്നേൽക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോടാ. അന്നേരം അവൻ പറഞ്ഞു, ഞാൻ എഴുന്നേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ പതുക്കെ ഓരോ സ്റ്റെപ്പ് നടക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന ഞങ്ങൾ ഒരു അരമണിക്കൂറോടത്തോളം പ്രാർത്ഥിച്ചു. ആ അരമണിക്കൂർ പ്രാർത്ഥിച്ച സമയത്ത് മാതാവ് ഇവനെ നന്നായി സ്പർശിച്ചെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അവൻ തന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ ബെഡ് രണ്ടുപേരും പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് അവൻ തന്നെ എഴുന്നേൽക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം അവനെ ഞങ്ങൾ റൂമിൻ്റെ വെളിയിൽ ഇറക്കി നടത്തി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വരികയും വീട്ടിൽ വന്നിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു പനി പോലെ വന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ അന്ന് അമ്മ ഉടമ്പടി എടുത്തവും പറഞ്ഞു, ഇവൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്നേക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് സാധിച്ചില്ല, ഞങ്ങൾക്ക് വരാൻ സാധിച്ചില്ല. കാരണം ഇവന് അന്ന് അത് കൊണ്ടുവന്നുകൊണ്ട് ഇനി ഇൻഫെക്ഷൻ ഉണ്ടാകുകൊണ്ടോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകുകയായിരുന്നു ചെയ്തത്. പക്ഷേ അവന് പിന്നെയും 3-ാമത്തെ ദിവസം ഇതൊരു അസുഖം ഉണ്ടായിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ചെന്നിട്ട് ഇവന് എല്ലാ ടെസ്റ്റും പിന്നെയും ചെയ്തു. 7 ദിവസം അവന് പിന്നെയും എല്ലാ ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഈ അസുഖം എന്താണെന്ന് പിന്നെയും കാണുന്നില്ല. ഇൻഫെക്ഷൻ കൂടുന്നുണ്ട്, CRP കൂടുതലാണ്, CRP പിന്നെ 100-ലോട്ട് വരുന്നു. ആദ്യമേ ഇവന് 300 ആയിരുന്നു. 300 കുറഞ്ഞിട്ടാണ് ഇവനെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വേണ്ടത് 0.5 വേണ്ടത്, അത് 300-ലോട്ട് എത്തി. ആൾ അതുപോലെ ക്രിട്ടിക്കലോട്ടായിപ്പോയി. അപ്പോൾ ഈ HLH എന്നൊരു അസുഖം ഇവനെ കണ്ടുപിടിക്കുകയും ചെയ്തു. അത് നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ, അത് നമ്മുടെ ശരീരത്തെ അവയവങ്ങളെല്ലാം കാർന്ന് തിന്നുന്നതായിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടുണ്ടായെന്നുള്ളത് ഇതുവരെയായിട്ടും ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. പക്ഷേ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് അവനെ നമ്മളത് ഇവിടം വരെ എത്തിക്കാൻ ഞങ്ങളെ സാധിച്ചു. മാതാവ് ഞങ്ങളെ അതുപോലെ സ്പർശിച്ചെന്നുള്ളതാണ്. കാരണം രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഇങ്ങനെ വീട്ടിൽ നിന്ന് പോയപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു, ഇനി അവന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നേക്കാം. ഇന്നലെയാണ് അവനെ ഡിസ്ചാർജ് ചെയ്തത്. ഇന്ന് ഞങ്ങളിവിടെ അവനെ കൊണ്ടുവരാൻ സാധിച്ചു ഇവിടെ. കാരണം അത് നാളെ നമ്മുടെ മാതാവ് തന്നെ ഞങ്ങൾക്കല്ല അത് അനുഗ്രഹം ഞങ്ങൾ ഒരിക്കലും മാറ്റി നിർത്താതെ മാതാവിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് എന്നുള്ള ആ ഒറ്റ ഇതുകൊണ്ട് ഇന്ന് അവനെ ഇവിടെ കൊണ്ടുവന്നു. കാരണം ഇവനിവിടെ ഒത്തിരി പേര് നിർത്താനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാത്തത്. കാരണം ഇവന് ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇൻഫെക്ഷൻ എല്ലാവരും ഉണ്ടാകാത്ത ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാതാവ് തന്നാൽ വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഇവൻ ഇന്നും എന്താണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടായേക്കെന്നുള്ളത് നമുക്ക് ഇന്നും പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഈ മാതാവ് ഇവനെ നടത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ. എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അമ്മ വന്ന് ഈ 1 മാസം ആയതേ ഉള്ളൂ ഉടമ്പടി എടുത്തിട്ട്. അമ്മ അത് ഞാൻ ബാക്കി അമ്മ പറയും കേട്ടോ. 2025 സെപ്റ്റംബർ 19-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അന്ന് കുഞ്ഞ് ആശുപത്രിയിലായിരുന്നു. കുഞ്ഞാദ്യം പനിയായിട്ടാണ് വന്ന്. കാഞ്ഞിരപ്പള്ളിയിലാണ് ഞങ്ങളുടെ വീട്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പനിയായിട്ട് 3 ആശുപത്രികളിൽ കൊണ്ടുപോയിട്ടും കുറവില്ലാഞ്ഞിട്ട് ഞങ്ങൾ എറണാകുളം ലിസി ആശുപത്രിയിലാണ് കൊണ്ടുവന്നത്. അവിടെ വന്നിട്ടും രോഗങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും കൂടുതൽ കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നപ്പോൾ കുഞ്ഞ് തീരെ അവസ്ഥയിൽ അതിലോട്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി മോനെ കൊണ്ട് എടുപ്പിക്കാനുണ്ടായിരുന്നു. അവന് സാധിക്കാതെ വന്ന അവനായിരുന്നു മോനെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്നത്. അവനെ പറ്റത്തില്ലഞ്ഞുകൊണ്ട് അമ്മ പോയി എടുക്കുക, എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞ് ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അമ്മ പറഞ്ഞു, സമാധാനം പൊക്കോ എന്നെൻ്റെ മനസ്സിലോട്ട് വന്നു. ഞാൻ സമാധാനമായിട്ട് പോയി. അന്ന് ഞാൻ ഒരു കുഴപ്പമില്ലാതെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ സമാധാനത്തിൽ
ഒരു കരച്ചിലും ഇല്ലാതെ ഞാൻ നടന്നു. അതുവരെ ഞാൻ കണ്ണീരോടെ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് നടന്നു. അത് കഴിഞ്ഞ് അമ്മ എന്നോട് പറഞ്ഞു, നീ സമാധാനത്തിൽ പൊക്കോ എന്ന് പറഞ്ഞ പിന്നെ ഞാനൊരു വിഷമവും കൊള്ളാതെ ഞാൻ നടന്ന് പ്രാർത്ഥിച്ച് ദക്ഷിണ പ്രാർത്ഥന ചൊല്ലി ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ കാണിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ ഫോട്ടോയെ തൊട്ട് നല്ലപോലെ പ്രാർത്ഥിച്ച് വെച്ച് എന്നോട് പറഞ്ഞു പൊക്കുള്ളൂ എന്ന് പറഞ്ഞ് ഫോട്ടോ തന്നുവിട്ട് എൻ്റെ തലയ്ക്കും പിടിച്ച് പ്രാർത്ഥിച്ചു. അമ്മ മാതാവും അച്ഛനും സുഖപ്പെടുത്തി തന്നു. ആയിരമായിരുന്നു. എൻ്റെ കുഞ്ഞിനെ ഞാൻ ആദ്യം ആശുപത്രിയിൽ നിന്ന് കടന്നു വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നോളാമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് സാധിച്ചില്ല. പിന്നെ രണ്ടാമത് കുഞ്ഞ് പിന്നെ പനിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയും കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ശേഷമേ ഞാൻ തിരിച്ചു വരുള്ളൂ. അമ്മേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞു. അമ്മ ഇന്നലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നു. ഇന്ന് ഞാൻ വന്ന് കുഞ്ഞിനെ ആദ്യം നടക്കാൻ പറ്റത്തില്ല, അത് വന്ന് നടന്നു കൊണ്ടുവന്ന് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ നിർത്തിയേക്കാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അമ്മയുടെ മുമ്പിൽ ഞാനിത് എൻ്റെ മോനെ ഞാൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ പേര് ജോമോൻ. എനിക്ക് വയ്യായ്മ ഉണ്ടായിരുന്നു. മാതാവ് എന്നെ സുഖപ്പെടുത്തി, എന്നെ സ്പർശിച്ചു. പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. എൻ്റെ ഇടവകയിലുള്ള എല്ലാവരും പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പൈസ ആയി. ദൈവം എന്നെ എല്ലാം നടത്തി തന്നു. സാമ്പത്തികമായിട്ട് എനിക്കിപ്പോഴും കടവൊന്നുമില്ല. എല്ലാം 10-15 ലക്ഷം രൂപ ആയി. അത് മാതാവ് ഓരോരുത്തരായി എന്നെ സഹായിച്ച് എന്നെ ഇവിടെ വരെ എത്തിച്ചു. 1000 നന്ദി. മാതാവിനും എൻ്റെ ഈശോയ്ക്കും നന്ദി പറയുന്നു. ആദ്യമായി പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ദേവസ്യ. ഞാൻ താമരശ്ശേരി രൂപതയിൽ കുപ്പായക്കോട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ജൂൺ 11-നാണ്. എനിക്ക് ആദ്യമായി കിട്ടിയ അനുഗ്രഹം മൂക്കിൽ 3 വർഷത്തോളമായി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒത്തിരിയേറെ വേദന സഹിച്ചിട്ടുണ്ട്. പല പ്രാവശ്യവും വേദന സഹിക്കാൻ മേലാണ്ട് വന്നപ്പോൾ ഞാൻ ENT-നെ കാണിച്ചാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ 2023 ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് കൂടുമായിരുന്നു. അപ്പം ജോസഫച്ചൻ പറഞ്ഞു, മൂക്കിലെ ഇൻഫെക്ഷൻ മുഴുവനും വിഷപ്പിക്കുന്ന ഒരാളെ ദൈവം സൗഖ്യം കൊടുക്കുന്നു. അത് ഇങ്ങനെ എടുത്ത് വീണ്ടും പറഞ്ഞു, മൂക്കിലെ ഇൻഫെക്ഷൻ മൂലം മൂക്കിൻ്റെ 2 സൈഡും അകന്നാണ് ഇരിക്കുന്നതെന്നും പറഞ്ഞു. അത് ഞാനായിരുന്നു. മൂക്കിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ 2 മൂക്കിലും ഈ പൊറ്റൻ വന്നടഞ്ഞിട്ട് പൊളിച്ച് കളഞ്ഞാലും രക്തം വരും. വേദന സഹിക്കാൻ പറ്റത്തില്ല. മുഖമൊക്കെ കഴുകുമ്പോൾ എവിടെയെങ്കിലും അറിയാതെ തൊട്ട് പോയാൽ നമ്മുടെ ജീവൻ പോകുന്ന വേദനയാണ്. മൂക്കിൻ്റെ 2 സൈഡും ചാമ്പങ്ങ പോലെ ചുമന്ന്, കവിളിൻ്റെ 2 സൈഡും ചുമന്നാണ് ഇരുന്നിരുന്നത്. ഞാൻ ഒരാഴ്ചയോളം ഉടമ്പടിത്തേലും തേച്ച് പ്രാർത്ഥിച്ചു. അത് പിന്നെ ഇതുവരെ എനിക്ക് ആ മൂക്കിൽ ഇൻഫെക്ഷനും വേദനയും ഉണ്ടായിട്ടില്ല. രണ്ടാമത് എൻ്റെ കണ്ണിന് പല അസുഖങ്ങളുണ്ടായിരുന്നു. ഞാൻ 3 ഡോക്ടർമാരെ മാറി കാണിച്ചു. പക്ഷേ അവരൊക്കെ മരുന്ന് തരുമ്പോൾ കുറയും. കണ്ണിൽ മണൽ വാരി എറിഞ്ഞ പോലെയുള്ള വേദനയാണ് 2 കണ്ണിനും. കണ്ണിൽ നിന്ന് വെള്ളം വരികയും ചൊറിയുകയും ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ഞാൻ 3ാമത്തെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ജീവിതകാലം മുതൽ ലൈഫ് മുഴുവൻ കണ്ണിൽ ഡ്രോപ്പ് ഇറ്റിക്കണം എന്ന് പറഞ്ഞു. ഒരു ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും നീളമുള്ള ഒരു സാധനത്തിന് 500 രൂപയാണ് വില. അത് 15 ദിവസത്തേക്കേ ഉള്ളൂ. അത് 1 മാസത്തേക്ക് 1000 രൂപയാകും. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ വാങ്ങിയ മരുന്ന് മാത്രമേ ഞാൻ ഉറ്റിക്കത്തുള്ളൂ, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഓർത്തോ ENT ന്യൂറോ ഗ്യാസ്ട്രോ ഇതിനൊക്കെ കാണിക്കണം, അപ്പോൾ 1000 രൂപ ഇതിനും മുടക്കാൻ എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ മാത്രമേ ഇനി ഞാൻ ഉപയോഗിക്കുകയുള്ളൂ, അതുകൊണ്ട് അമ്മ എനിക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ വേദന വരുമ്പം ഉടമ്പടിത്തേലും വിശ്വാസപ്രാണം ചൊല്ലി കണ്ണിൽ കുരിശ് വരച്ചേക്കുമായിരുന്നു. അതിൽ പിന്നെ എനിക്ക് അതും പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. എൻ്റെ കഴുത്തിന് ഇൻഫെക്ഷൻ വരുമായിരുന്നു. നടുവിൻ്റെ ഡിസ്കയലെന്ന പ്രശ്നം, ജോയിൻറ്റിനൊക്കെ തേയ്മാനമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. സീലിംഗ് ക്ലീൻ ചെയ്തപ്പം കഴുത്തിന് വലതുവശം നീര് കയറി, കൈ വലത് കൈയും പൊക്കാൻ മേലാതെ 15 ദിവസത്തോളം ഞാൻ കഷ്ടപ്പെട്ട് നടന്നു ഡോക്ടറെ കാണാൻ കഴിയില്ലാഞ്ഞിട്ട്. പിന്നെ ഞാൻ നടുവിനെ കാണിച്ചുകൊണ്ടിരുന്ന ഓർത്തോ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 മാസം ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ ഞെട്ടിപ്പോയി. 1 മാസം ഫിസിയോതെറാപ്പി ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ 7 ദിവസത്തിൽ കൂടുതൽ ചെയ്യത്തില്ല, പിന്നെ ഞാൻ അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 7 ദിവസം ചെയ്തിട്ട് 7ാം ദിവസം മുതൽ അമ്മയുടെ ഉടമ്പടി ഉപ്പും തൈലവും മിക്സ് ചെയ്ത് കഴുത്തിന് പുരട്ടി. അതിൽ പിന്നെ ഇതുവരെ എനിക്ക് അതുകൊണ്ടായിട്ടില്ല. ഞാൻ കാരുണ്യ പ്രവർത്തനമായിട്ട് എൻ്റെ ഇളയ മകന് 400 രൂപയോളം ചെറിയ തുച്ഛമായ വരുമാനമുള്ള, അതിൽ നിന്ന് മാസത്തിൽ 10 കിലോ അരി, സോപ്പ് പൊടി, സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് 3-4 പ്രാവശ്യം ഓർഫനേജിൽ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ പ്രായമായ അമ്മച്ചിമാരെ അവിടെ പോയി, എനിക്ക് നടുവിന് ഡിസ്കിനൊക്കെ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അമ്മയോട് പറയാം, അമ്മേ വീട്ടിൽ വന്ന് എന്നെ കിടപ്പാൻ അമ്മ അനുവദിക്കരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരെ കുളിപ്പിക്കുകയും തോർത്തുകയും അവരുടെ യൂറിൻ ബാഗ് ക്ലീൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. ബാത്റൂം കഴുകും, അവരുടെ വാർഡ് കഴുകി ക്ലീൻ ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെ പല പ്രാവശ്യങ്ങളിൽ പോയി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ആരെങ്കിലും ഒരു സഹായം തേടി വന്നാൽ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന കഴിവിനനുസരിച്ച് സഹായിക്കാറുണ്ട്. 39ഓളം അന്തേവാസികളുണ്ട്. അവർക്ക് ഒരു ദിവസം ഉച്ചഭക്ഷണം 50 പേർക്കുള്ള ഭക്ഷണം 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്, 50 പേർക്ക് വീതം.
പിന്നെ കൃപാസനത്തിൽ വന്ന് കാരുണ്യപ്രവൃത്തി ചെയ്യാൻ എൻ്റെ കൂടെ ഒരു സഹോദരി വരുമായിരുന്നു. ആ പുള്ളിക്കാരിക്ക് ഞാനും കൂടെ കൂടി പകുതി വീതം ഷെയറിട്ട് അങ്ങനെ 50 രൂപയൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഇച്ചിരി ചമ്മലൊക്കെ ആയിരുന്നു, ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ എനിക്കൊരു നാണക്കേടുമില്ല. ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും വീടുകളിലും ഒക്കെ കയറി നടന്നിട്ട് പത്രം വിതരണം ചെയ്തിട്ടുണ്ട്, ഈശോനെയും അമ്മേനെയും പറ്റി പറഞ്ഞ്. പിന്നെ ആത്മീയമായിട്ട് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഈശോനെയും മാതാവിനെയും മുറുക്കെ പിടിച്ച് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. സഹനങ്ങളുടെ തീച്ചുകളിൽ കൂടെയൊക്കെ നടക്കുമ്പം അമ്മയെ ഈശോയാണ് എന്നെ കൈ പിടിച്ച് നടത്തിയിരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെ 8 പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ പൂർണ്ണമായിട്ട് വായിച്ചു തീർത്തു. അതിന് മുമ്പ് 5 പ്രാവശ്യം വായിച്ചു തീർത്തു. അതിന് മുമ്പ് 3 പ്രാവശ്യം, അങ്ങനെ 8 പ്രാവശ്യം ഞാൻ വായിച്ചു തീർത്തു. എല്ലാ ദിവസവും 1/2 മണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. 3 വർഷത്തോളമായിട്ട് തന്നെ ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കാറില്ല, ദീപികാരണം സ്വീകരിക്കാനും മുടക്കാറില്ല. നടുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തീർത്തും നടക്കാൻ മേലാത്ത അവസ്ഥകൾ വരുമ്പോൾ മാത്രമേ ഞാനത് മുടക്കാറുള്ളൂ. അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം ലൈവായിട്ട് ഞാൻ എല്ലാ ആഴ്ചകളും കാണാറുണ്ട്. ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. പിന്നെ ഒരു ദിവസം മാതാവ് എനിക്ക് സ്വപ്നത്തിൽ വന്നിട്ടുണ്ട്. ഈ മാർച്ച് 4-ാം തീയതി 5 മാസം മുമ്പ്. അപ്പം ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ഒത്തിരി വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ബുധനാഴ്ച മാതാവിൻ്റെ ദിവസമാണല്ലോ, ശനിയാഴ്ച മാതാവിൻ്റെ ദിവസം 7-ാം തീയതി. അപ്പം ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രാത്രിയിലൊക്കെ. അമ്മ എല്ലാവർക്കും ദർശനത്തിലും സ്വപ്നത്തിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ, അമ്മ എൻ്റെ അടുത്ത് വരാത്ത, ഞാൻ ഉടമ്പടി കാര്യങ്ങളെല്ലാം നന്നായി തന്നെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ അന്ന് വെളുപ്പിനെ ഒരു 5:30 ആയപ്പം ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലെ അച്ഛനെയും പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള സഹോദരിമാരെയാണ് കാണുന്നത്. അത് കഴിഞ്ഞപ്പം ഞങ്ങളുടെ അടുക്കളയിൽ മാതാവ് നിൽക്കുന്നു. ഇതേപോലെ കരിനീല കളറുള്ള ഒരു സാരിയാണ് കൊടുത്തിരിക്കുന്നത്, നല്ല സുന്ദരിയായൊരു മാതാവിലൊരു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. അപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് നിൽക്കുകയാണ്. അപ്പോൾ മാതാവ് എൻ്റെ നേരെ ഒരു കൈ ചുരുട്ടിയിട്ട് ഇങ്ങനെ നീട്ടി കാണിച്ചു. അപ്പം ഞാൻ 2 കൈ നീട്ടി അത് വാങ്ങി. അപ്പം വാങ്ങി നോക്കുമ്പം ആ സാരിയുടെ അതേ കളറുള്ള ഒരു ജപമാല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ അടുത്ത് ജപമാല ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കൃത്യം 5:30 മണി സമയമായി. ഒരിക്കലും എൻ്റെ ജീവിത പങ്കാളി എന്നെ വിളിക്കാറില്ല. അപ്പം ജീവിത പങ്കാളി വന്ന് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്ന് പള്ളിയിൽ പോകുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് വൈകുന്നേരം കുർബാനയുണ്ട്, വെള്ളിയാഴ്ചയായിരുന്നു, കുരിശിൻ്റെ വഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വൈകുന്നേരം പോക്കോളാം, എനിക്ക് രാത്രി ഷുഗർ തന്നിട്ട് ഒത്തിരി ക്ഷീണമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പ്രത്യക്ഷൻ്റെ പ്രാർത്ഥന 5:30 ഏറ്റ് ചൊല്ലി കിടന്ന് വൈകുന്നേരം കുർബാനയ്ക്ക് പോയി. അങ്ങനെ സ്വപ്നത്തിലൊരു ദർശനം ഉണ്ടായി. പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് 3 മാസം തികയുന്നതിന് മുമ്പ് ഒത്തിരി സഹനത്തിൻ്റെ തീച്ചുളയിൽ കൂടെ നടന്നു പോകുന്ന സമയമായിരുന്നു. മാതാവിൻ്റെ ജന്മത്തിരുന്നാളിന് ഒരുക്കമായിട്ട് പള്ളിയിൽ 6 മണിക്ക് ജപമാലയും ദീപികാരൻ്റെ എഴുന്നള്ളി വെച്ച് ജപമാല ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു തിങ്കളാഴ്ചയായിരുന്നു, 5-ാം തീയതി. അപ്പം ഞാൻ മാതാവിൻ്റെ രൂപത്തെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മ നീ എന്നെ ഉപേക്ഷിച്ചോ അമ്മേ. അത് ഞാൻ ഈശോയുടെ ദീപികാരണത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഈശോയെ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വഴുകി വരുന്ന തിരുരക്തവും ഞാനങ്ങനെ ശരണപ്പെടുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഇടപെടുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരടയാളം തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ച് തീർന്ന അതേ സമയത്ത് ദീപികാരണത്തിൻ്റെ സെൻറ്ററിലാണല്ലോ, അരളിക്കാട് സെൻറ്ററിലാണല്ലോ ദീപികാരണം വെക്കുന്നത്, ആ വൈറ്റ് സ്ഥലം കാണാനില്ല. ആ കൃത്യ സ്ഥലത്തും ഫുൾ ഗോൾഡൻ കളർ കാണുന്നത്. അപ്പം വെള്ളം ഒഴുകുന്ന പോലെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് ഇങ്ങനെ ചലിക്കുന്നത് കാണാൻ എനിക്ക്. അപ്പോഴത്തെ 6:25 സമയം. അപ്പം ഞാൻ ഓർത്ത് തന്നെ എൻ്റെ മാതാവ് കാണിക്കുന്നതിന് ഉറങ്ങുമല്ലോ എന്നോർത്ത് ഞാൻ ദീപികാരണത്തെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുമായിരുന്നു. കണ്ണടച്ച് തുറന്ന് നോക്കി, അന്നേരം ഇത് തന്നെ കാണുന്നു, ഗോൾഡൻ കളറിൽ ഇങ്ങനെ എന്തോ ഒഴുകുന്നു, പക്ഷേ താഴേക്ക് ഇറ്റിട്ട് വീഴുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഇടപെട്ടതാണ്, ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പം അച്ഛൻ കൃത്യം 6:30 ആയപ്പം ദീപികാരണത്തിൻ്റെ ആശീർവാദം തരാനായിട്ട് വന്നു. അപ്പോൾ എല്ലാവരും കണ്ണടച്ച് കൈ കുപ്പി തല കുമ്പിട്ട് നിൽക്കുകയാണ്. ആ സമയത്തെല്ലാം ഇങ്ങനെ തന്നെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. അത് അന്ന് മുഴുവൻ എന്നെ ഫീൽ ചെയ്ത്, ഇപ്പോഴും അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ വീട്ടിൽ വന്ന ഇളയ മകനോട് ഇത് പറഞ്ഞു. ഇളയ മകനോടും എൻ്റെ അനുജീവത്തോടും ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു, വീട്ടിലാരോടും പറഞ്ഞില്ല, പറഞ്ഞാൽ പറയും തള്ളയ്ക്ക് ഭ്രാന്താന്ന്. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. പിന്നെ സുഗന്ധമായിട്ട് 1-2 പ്രാവശ്യം എനിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ ഈശോയും ചെയ്തു തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി ഞാൻ പറയുന്നു. ഉടമ്പടിയിൽ തന്നെ എന്നും ഇങ്ങനെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.